സമൂഹവും സർക്കാരും ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് കൃഷിയെന്ന് കാർഷിക വികസന വകുപ്പ് മന്ത്രി പ്രസാദ്. ഒറ്റപ്പാലത്ത് നടക്കുന്ന കാർഷിക മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ മനുഷ്യരുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു കാര്യവുമില്ല എന്ന് പറയാൻ കഴിയും. ഇത്രയും ജനങ്ങൾക്ക് വേണ്ട വേറെ ഏത് കാര്യത്തെയാണ് പറയാൻ കഴിയുന്നത്? ഭക്ഷണമാണ്. ശാസ്ത്രീയമായി തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ 95% കൃഷിയിലൂടെ ഉണ്ടാവുന്നതാണ് എന്നാണ്. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യം നോക്കുക, കൃഷിയുടെ പ്രത്യേകത നോക്കുക. ഇത് നമ്മളെല്ലാവരും, സമൂഹവും സർക്കാരുകളും ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊരാളായാലും ഭക്ഷണം വേണോ, കൃഷി വേണോ. ഇനി ഈ ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കൂടി അടുത്താണ്. നമ്മുടെ ആരോഗ്യം എന്നത് ചെറിയ കാര്യമല്ല. നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമൊന്നുമില്ലാതെ നല്ലവണ്ണം മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു രക്ഷിതാവ് ഡോക്ടറെ വെട്ടിയപ്പോൾ നാം ഞെട്ടിയെന്നും രോഗം വരുത്തിയത് ഡോക്ടർ അല്ലെന്നും നമുക്ക് രോഗം വരുന്നതിന്റെ പ്രധാന കാരണം നാം തന്നെയാണെന്നും ഇന്നത്തെ സമൂഹത്തിന്റെ തെറ്റായ ഭക്ഷണ രീതിയാണ് പ്രധാന കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ നടന്ന കാർഷിക മഹോത്സവം ഉദ്ഘാടന സഭയിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA മമ്മിക്കുട്ടി, മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ, പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, VK രത്നമ്മ, അറുമുഖ പ്രസാദ്, രവികുമാർ, മീണ IFS, രാജേഷ്, ഷിജു ചന്ദ്രൻ, കവിതാറാം, ഷീല എന്നിവർക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അമല നന്ദി പറഞ്ഞു. കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കാർഷിക വിളകളുടെയും ഭക്ഷ്യോത്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും നടക്കുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.